കേരളത്തിലെ പുസ്തക പ്രസാധന ചരിത്രത്തിലെ അപൂർവമായ നിരവധി പ്രത്യേകതകളും സവിശേഷതകളുമുള്ള വിചിത്രവും വ്യത്യസ്തവുമായ ഒരു പുസ്തകമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ദേശീയ തലത്തിൽ തന്നെ പ്രശസ്തനായ ചിത്രകാരനും ഡിസൈനറുമായ ഹരിദാസ് എ.കെ. പ്രശസ്തനാവുന്നതിന് മുൻപ് അദ്ദേഹം ജീവിച്ചിരുന്ന, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇഞ്ചപ്പുഴ മല എന്ന വിചിത്രമായ പാറക്കെട്ടുകളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട അരിക് ജീവിതങ്ങളെയും അതിദാരിദ്ര്യത്തെയും കുട്ടിക്കാലങ്ങളിൽ ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളെയും അനുഭവിച്ച പ്രണയങ്ങളെയും അതിൻ്റെ വേദനകളെയും വരയ്ക്കേണ്ടി വന്ന ചിത്രങ്ങളെയും എല്ലാം കുറിച്ചുള്ള എഴുത്തും ചിത്രങ്ങളും നിറഞ്ഞ ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകമാണ് ചാരം അഥവാ ഗ്രേ. ഈ ഒരു പുസ്തകം നമ്മൾ സാധാരണ കാണാറുള്ള പുസ്തകങ്ങളെക്കാൾ നീളം കൂടിയതാണ്, വീതി കൂടിയതാണ്. 268 താളുകളുള്ള ഈ പുസ്തകം ഒരിക്കൽ കയ്യിലെടുത്താൽ ഒരു താളെങ്കിലും മറിച്ചാൽ പിന്നെ ഇതൊരു രാവണൻ കോട്ടയിലെന്ന പോലെ നിങ്ങളെ കുടുക്കും. ഓരോ താളും ഓരോരോ അറകളായി നിങ്ങളെ ഈ പുസ്തകക്കോട്ടയിൽ തളച്ചിടും. സ്വന്തം ജീവിതത്തെയും സഹജീവിതങ്ങളെയും കുറിച്ച് എഴുതിക്കൊണ്ട് അതിനെ പൊലിപ്പിക്കാൻ കറുപ്പിൽ മാത്രം ഹരിദാസ് വരച്ച ചാർക്കോൾ ചിത്രങ്ങൾ നമ്മെ ഭ്രമിപ്പിക്കും. എന്താണ് ഈ പുസ്തകമെന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ അതിനുത്തരം പറയാൻ കഴിയാത്ത രീതിയിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ എങ്ങും തൊടാതെ വാചാലമായിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ടി വരും. എങ്കിലും ചുരുങ്ങിയ ഭാഷയിൽ ഈ പുസ്തകത്തെക്കുറിച്ച് ഇങ്ങനെ പറയാം. എറണാകുളം ജില്ലയിലെ മഴുവന്നൂരിലെ കിളികുളം എന്ന ഉൾപ്രദേശത്തിന് മുകളിലുള്ള ഇഞ്ചപ്പുഴ മല, പുറത്തുനിന്ന് ഒരുപക്ഷെ ആർക്കും അത്ര എളുപ്പം എത്തിപ്പെടാൻ കഴിയാത്ത നിശബ്ദവും നിഗൂഢവും ഭയാനകവുമായ ആ മലമുകളിൽ ആകെയുണ്ടായിരുന്ന ഒരേ ഒരു വീട്ടിൽ 1976 ജനിച്ച ഹരിദാസ് എന്ന ഒരാൺകുഞ്ഞ്. പാറകൾക്കും പാമ്പുകൾക്കും കുറുക്കന്മാർക്കുമെല്ലാം ഇടയിൽ അവൻ അടികൊണ്ടും അടികൊടുത്തും ജീവിച്ചു. മെറ്റൽ പണി അടക്കമുള്ള പണികൾ 10 വയസ്സിൽ കഴുത്തുറയ്ക്കാതെ ചെയ്തു. സ്വന്തം വീട് ചായക്കടയായപ്പോൾ കിലോമീറ്ററുകളോളം ചുമടായി വെള്ളം കൊണ്ടുവന്നു. ചെയ്യാത്ത തെറ്റുകൾക്ക് വല്യച്ഛൻ്റെ കയ്യിൽ നിന്ന് നിരന്തരം അടികൾ ഏറ്റുവാങ്ങി. സ്വന്തം അമ്മയടക്കം തെറ്റുകൾ ചെയ്യുന്നതായി കണ്ട് ആ കുട്ടി നടുങ്ങി. അമ്മയുടെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ അത് തെറ്റല്ലായിരുന്നുവെന്ന് പിന്നീട് ആ കുട്ടിയിലെ നീതിബോധം തിരുത്തി. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ചിത്രം വര തുടങ്ങിയ അയാൾക്ക് സ്വന്തം ശരീരത്തിലെ ആരോഗ്യമുള്ള ഭാഗങ്ങൾ മുറിച്ചു കളയാൻ തോന്നുന്ന BIID ഡിസോർഡർ സിൻഡ്രം ഉണ്ട് എന്ന് സ്വയം മനസ്സിലായി. അതിൻ്റെ പേരിൽ ഒരുപക്ഷെ അതിൻ്റെ ആവേശത്തിൽ സ്വന്തം വിരൽ വെട്ടിയെറിഞ്ഞ് ചോരയൊലിപ്പിച്ച് സന്തോഷിപ്പിച്ചു. പുറമേ നിന്ന് നോക്കുന്ന ചിലർക്ക് ഇതെന്തൊരു അധകൃത ജീവിതം എന്ന് പരിഹസിക്കാൻ തോന്നുമെങ്കിലും അയാൾ അതേ ജീവിതം തുടർന്നുകൊണ്ട് തന്നെ, അതിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ കേരള ലളിതകലാ അക്കാദമിയുടെ മെറിറ്റ് സ്കോളർഷിപ്പോടെ ഗവൺമെൻറ് RLV കോളേജിൽ നിന്ന് 1ാം റാങ്കോടെ പെയിൻറ്റിങ്ങിൽ ബിരുദം നേടി. പെൻബുക്സ് പോലുള്ള കേരളത്തിലെ പ്രസാധന സ്ഥാപനങ്ങളിൽ രൂപകൽപ്പനയും ഫോണ്ട് നിർമ്മിതിയുമായി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. കേരളത്തിലെ ഇന്നത്തെ പ്രമുഖ പത്രങ്ങൾക്കും ടെലിവിഷൻ ചാനലുകൾക്കും സ്വന്തം ഫോണ്ടുകൾ രൂപകൽപ്പന ചെയ്ത ഡിസൈനറായി. ദേശീയവും അന്തർദേശീയവുമായ ബ്രാൻഡ് ഐഡൻറ്റിറ്റി പ്രൊജക്റ്റുകൾ ചെയ്ത് ദേശാന്തരങ്ങളിൽ യാത്ര ചെയ്തു. ഡിസൈൻ പ്രൊജക്റ്റുകളുടെ ഗുണനിലവാരത്തിന് ന്യൂയോർക്കിൽ നിന്ന് അന്തർദേശീയ പുരസ്കാരമായ BID ഇൻ്റർനാഷണൽ ക്വാളിറ്റി സമ്മിറ്റ് അവാർഡ് ലഭിച്ചു. കലർപ്പില്ലാത്ത മനുഷ്യാനുഭവത്തിൻ്റെ അതിതീവ്ര ഭാഷ കൊണ്ട് ഒരു കലാകാരൻ താൻ ജനിച്ച് ജീവിച്ച് വളർന്ന ഒറ്റപ്പെട്ട വലിയ ഒരു പാറമലയിലെ അനുഭവങ്ങളെ അക്ഷരങ്ങളിലൂടെയും ചിത്രങ്ങളിലൂടെയും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഈ അപൂർവ പുസ്തകത്തിൻ്റെ രചയിതാവും ചിത്രകാരനുമായ ഹരിദാസ് എ.കെ. ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഹരിദാസ് എ.കെ. സാമ്പ്രദായികമായ രീതിയിൽ താങ്കളെ സ്വാഗതം ചെയ്യുന്നില്ല. മറിച്ച് എൻ്റെ മുന്നിൽ ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്യം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയ വ്യക്തി സൂചിപ്പിച്ചിട്ടുള്ള വാക്യമാണ്. സാധാരണഗതിയിൽ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ജീവിച്ചിരിക്കുന്ന ചില മഹാന്മാർ ചില സ്വപ്നങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശവശരീരം ചന്ദനമുട്ടിയിൽ അടക്കം ചെയ്യണമെന്ന്. അങ്ങനെ പറയുന്നവരുടെ കാലത്ത് കരിയിൽ വരച്ച ആത്മകഥ എന്ന് പറയാവുന്നതാണ് താങ്കളുടെ ഈ പുസ്തകമെന്നാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയ താങ്കളുടെ കൂടി ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്തായ വ്യക്തി ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു പുസ്തകം എങ്ങനെയാണ് മനസ്സിൽ കണ്ടത്, അത് യാഥാർത്ഥ്യമാക്കിയത്? ഒരു ചിത്രകാരൻ സ്വാഭാവികമായിട്ടും തൻ്റെ ചിത്രങ്ങൾ നിരവധി പേർ കാണണം, അത് പ്രദർശിപ്പിക്കപ്പെടണം എന്നുള്ളതൊരു ഉള്ളാലെയുള്ള ആഗ്രഹമാണ്. പക്ഷേ ആ ചിത്രങ്ങൾക്കൊപ്പം തന്നെ ആ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഭാവനയുടെ അക്ഷരങ്ങളല്ല, ഓരോ നിമിഷവും ജീവിച്ച അനുഭവത്തിൻ്റെ അക്ഷരങ്ങളാണ്. അങ്ങനെ ഓർമ്മക്കുറിപ്പ്
കരിയിൽ നിറങ്ങളില്ലാതെ ചാർക്കോളിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ ആവിഷ്കരിച്ച ഒരു പുസ്തകമാക്കണമെന്ന ചിന്ത എങ്ങനെയാണ് വന്നത്? അത് യാഥാർത്ഥ്യമായത് എങ്ങനെയായിരുന്നു? അത് ഞാൻ അതിന്റെ ആമുഖത്തിന്റെ കുറിപ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരാളെ വഴിക്ക് വെച്ച് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ അവിടെ പാറമണയിൽ ലോറി ഓടിച്ചുകൊണ്ടുവന്ന ഒരാളെ പരിചയപ്പെടുകയും അദ്ദേഹത്തെ കണ്ട അന്ന് തന്നെ ഞങ്ങൾ അവിടെ കുറച്ച് സമയം സംസാരിച്ചിരുന്നപ്പോൾ തന്നെ ഈ പഴയ കാലങ്ങളെ കുറിച്ചിട്ടുള്ള സംസാരങ്ങളുണ്ടായി. ആ വീടിനെ കുറിച്ചിട്ടും മലയെ കുറിച്ചിട്ടും അന്നത്തെ കാലത്തെ ജീവിതത്തെ കുറിച്ചിട്ടൊക്കെയുള്ള ചർച്ചകൾ ഞങ്ങൾ അവിടെ വെച്ച് സംസാരിച്ച് പിരിയുന്നത്. അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ഈ സ്ഥലത്തേക്ക് പോവുകയത്. അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് ഇരിക്കുന്ന സമയത്താണ് നമുക്കിത് ഡോക്യുമെന്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഈ മലയുടെ ഒരു ചിത്രങ്ങളോ ഫോട്ടോഗ്രാഫ്സോ ഒന്നുമില്ല, ആരുടെയും കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ അതിന് ഏത് തരത്തിൽ അതിനെ ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പൊ നമ്മൾ വെറുതെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ അവിടെ ഞാൻ ആലോചിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ അവിടെ പ്രത്യേക തരത്തിൽ ജീവിച്ച് കുറെ പേര് അവിടെ മരിച്ച് അങ്ങനെ ഒരു സ്ഥലം, അത് ആരെങ്കിലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു സ്ഥലം അങ്ങനെ നമുക്ക് മുമ്പിലുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു എന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് വരയാണ്. അപ്പൊ വരച്ച് കാണിക്കുക എന്നുള്ളത് ആദ്യം എന്റെ മനസ്സിൽ വന്നു. എല്ലാ സ്ഥലങ്ങളും വരയ്ക്കുക. ആ സ്ഥലങ്ങളൊന്നും നിലവിലവിടെ ഇല്ല, അതെല്ലാം വലിയ കുഴിയായി മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വരച്ച് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഓർമ്മകളെ വരച്ച് നോക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ പല മാധ്യമങ്ങൾ നോക്കി ചാർക്കോളിലേക്ക് അവസാനം നമ്മൾ വന്ന് വിടുകയാണ്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ പെൻസിലോ അല്ലെങ്കിൽ പെന്നോ ഇങ്കോ ഒന്നും അതിന് പറ്റുന്ന സംഗതി അല്ലാതെ എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം അവിടുത്തെ ഒരു റോ ആയിട്ടുള്ള ഒരു അവസ്ഥയെ ചിത്രീകരിക്കാനായിട്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു മാധ്യമങ്ങളൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് ചാർക്കോൾ എനിക്ക് ബൈ ചാൻസിന് ആ സമയത്ത് ചാർക്കോൾ എൻ്റെ കയ്യിൽ കിട്ടി. ഞാനത് ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി. അങ്ങനെ അത് വരച്ച് തുടങ്ങുകയാണ്. വരച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിന്റെ കുറിപ്പുകളായിട്ട് ചെറുതായിട്ട് എഴുതി തുടങ്ങിയപ്പോഴേക്കും അതൊരു അനുഭവമായിട്ട് വരുന്നുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്ത് എൽദോസ് യോഹൻ എന്ന് പറഞ്ഞിട്ട് നാടക സംവിധായകനുണ്ട്. എൽദോസിനെ ജസ്റ്റ് ഞാൻ കുറച്ചൊരു 10-22 പേര് ഞാൻ കാണിച്ചു കൊടുത്തു എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എൽദോസാണ് എന്നോട് പറഞ്ഞത് ഇത് തുടർന്ന് എഴുത് എന്ന് പറഞ്ഞു. വളരെ വൈകാരികമായിട്ടാണ് എൽദോസ് മറുപടി പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് എഴുതി നോക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അനുഭവങ്ങളുണ്ട്. നാട്ടിലുള്ള എല്ലാ മനുഷ്യരും, എന്റെ കൂടെ ജീവിച്ചു വളർന്ന ആളുകൾക്കെല്ലാം എന്റെ അത്രയും തന്നെ ജീവിതം കാലഘട്ടം ജീവിച്ചവരാണ്. അവർക്കെല്ലാം അനുഭവങ്ങളുണ്ട്. പക്ഷെ അനുഭവങ്ങൾക്കുള്ള വൈവിധ്യം ആണല്ലോ ഒരു ജീവിതത്തിൽ പ്രത്യേകത ഉണ്ടാക്കുന്ന ഒരു സംഗതി. നമ്മൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു, സ്കൂളിൽ പോയി, എല്ലാ തരത്തിലും നമ്മൾ സന്തോഷവാനായിട്ട് ജീവിച്ചു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് അനുഭവത്തിന് തീവ്രത വരുന്നില്ല. നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ കഴിവുകൊണ്ടല്ല നമുക്ക് തീവ്രത ഉണ്ടായത്, നമ്മുടെ എന്തെങ്കിലും എബിലിറ്റി കൊണ്ടല്ല, നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. നമുക്ക് അവിടെ നമ്മൾ അങ്ങനത്തെ ഒരു ജീവിതമായി പോയത് കൊണ്ട് നമുക്ക് കിട്ടിയ കുറെ അനുഭവങ്ങളുണ്ട്. അത് മനുഷ്യരെയും ഒരുപാട് ഈ ഇതിനെയൊക്കെ പ്രകൃതിയെയൊക്കെ കൂടുതൽ അറിയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അത്. അപ്പൊ അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം എന്നുള്ളതാണ് ഞാൻ ഈ പുസ്തകത്തിലൂടെ ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞെങ്കിൽ എന്തായാലും ആളുകൾ, വായനക്കാർക്ക് അത് ഈ അനുഭവങ്ങളിലൂടെ വായനക്കാരും കൂടി വരികയാണല്ലോ. വായനക്കാരൻ എപ്പോഴും അവിടെ സ്ട്രോങ് ആണ്. എന്റെ കൂടെ തന്നെ വായനക്കാരൻ വരുന്നുണ്ട്. ഓരോ കാഴ്ചകളും 1970-കളിൽ ജനിച്ചവരെ സംബന്ധിച്ചിട്ട് ഒരു പക്ഷേ അതിനു മുൻപുള്ള 60-കളിലുള്ള അത്രയും ഒരു ദാരിദ്ര്യാവസ്ഥ പ്രകടമല്ലെങ്കിലും ദാരിദ്ര്യം തന്നെ ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ, ഉൾപ്രദേശങ്ങളിൽ, ആദിവാസി മേഖലകളിൽ പ്രത്യേകിച്ചും. ഈ പറയുന്ന നമ്മുടെ ഈ മല, അത് പെരുമ്പാവൂരിലെ ഒരു ഉൾപ്രദേശത്തിലുള്ള ഒന്നാണ്. അവിടെ സവിശേഷമായി അത് പ്രകടമായിട്ട് നിൽക്കുന്നു. ആദ്യകാലങ്ങളിലെ, കുട്ടിക്കാലങ്ങളിലെ കൊതിയെക്കുറിച്ചൊക്കെ ഹരിദാസ് ഇതിൽ എഴുതിയിട്ടുണ്ട്. ആ കൊതി എന്ന് പറയുന്നത് ആർത്തിയായിട്ട് മാറുന്നത്, ഭക്ഷണം, കാണാത്ത ഭക്ഷണങ്ങൾ, ഇഡ്ഡലിയൊക്കെ കാണുന്നത് എത്രയോ ബാല്യത്തിൻ്റെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യമായിട്ട് ഇഡ്ഡലി കണ്ടത് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വെളുത്ത വിങ്ങി നിൽക്കുന്ന ആ വീർത്ത് നിൽക്കുന്ന ഇഡ്ഡലിയുടെ കാഴ്ചയെക്കുറിച്ച് പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും, വെളുത്ത ഇഡ്ഡലിയെക്കുറിച്ച് പറയുമ്പോഴും ഈ പുസ്തകത്തിൻ്റെ താളുകളിൽ നിറയെ കറുത്ത കരിയിൽ വരച്ച ചിത്രങ്ങളാണ് ഒരു ഭാഗത്തുള്ളത്. അങ്ങനെ കരി എന്ന് പറയുന്നത്, കറുപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന അത്യധികം പീഡനങ്ങളും യാതനകളും ഏൽക്കുമ്പോഴും അതിനകത്ത് ജീവിതത്തിൻ്റെ രതി കണ്ടെത്തുന്ന, ആനന്ദം കണ്ടെത്തുന്ന ഒരു കുഞ്ഞ് കൗമാരക്കാരൻ, യൗവനത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി. കരി ആണ് എൻ്റെ മാധ്യമം എന്നുള്ള തിരിച്ചറിവ് എങ്ങനെയാണ് വരുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ വരയ്ക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്നുണ്ടെങ്കിൽ
വളരെ റോ ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ മനുഷ്യൻ ഇടപെട്ടിട്ടുള്ളത് ആകെ ആ മലയിലെ ഈ പാറമടകൾക്ക് വേണ്ടിയിട്ടാണ്. അത് തന്നെ നമ്മൾ ശരിക്കും നമ്മുടെ മാധ്യമമായിട്ട് അപ്പൊ തന്നെ അത് കണക്റ്റഡ് ആയി കഴിഞ്ഞു. ശരിക്കും പാറമട എന്ന് പറയുന്നത് വളരെ പരുക്കനായിട്ടുള്ള അന്തരീക്ഷമാണ്. അവിടെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം അവിടെ പറ്റില്ല. ചാർക്കോളാണ് ഏറ്റവും നല്ല സംഗതി. എനിക്ക് തോന്നുന്നു വാട്ടർ കളറൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ അത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു പ്രത്യേക ട്രീറ്റ്മെന്റിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചാർക്കോൾ അല്ലാതെ വാട്ടർ കളറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതലും നമുക്ക് നന്നായിട്ട് തോന്നിയ മാധ്യമം ചാർക്കോളാണ്. ചാർക്കോളിന്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഒരിക്കലും വേൾഡിൽ നടന്നിരിക്കുന്ന ഒരുപാട് ചാർക്കോൾ വർക്കുകൾ ആ സമയത്ത് ഞാൻ നോക്കിയിരുന്നെങ്കിലും അതിൽ നിന്നൊന്നും ഇൻസ്പിറേഷൻ ഈ വർക്കിൽ എടുത്തിട്ടില്ല. കാരണം അതെല്ലാം ഒരു തരം പ്രത്യേക തരത്തിൽ ആളുകളെ സുഖിപ്പിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചാർക്കോളിന്റെ ഇടയിൽ സ്പോഞ്ച് വെച്ച് ഇത് മാറ്റിക്കളയുക, ചിലത് വരഞ്ഞ് പോറിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക, ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ ചെറിയ വർക്കുകൾ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഒരു സംവിധാനത്തിലാണ് ചാർക്കോൾ അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു രീതി ഇതിൻ്റെ അകത്തേയില്ല. ഇതിൽ പരുക്കനായിട്ടുള്ള വര തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു രീതി. അത് നമ്മൾ അതിൻ്റെ അകത്ത് പിന്നീട് ഒരു എഡിറ്റിംഗ് എന്നുള്ള രീതിയിലൊരു സംവിധാനം നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല, അതിന്റെ ലാംഗ്വേജ് മാറിപ്പോകും. അപ്പൊ നമ്മളത് ഇപ്പൊ നമ്മൾ ഇഡ്ഡലിയുടെ കാര്യം പറഞ്ഞില്ല, നമ്മൾ സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഫുഡ് എന്ന് പറയുന്ന ഒരു സംഗതിയോടുള്ള ഇഷ്ടം, നമ്മൾ ഇന്നൊരു ഭക്ഷണം കഴിഞ്ഞു, എനിക്ക് 48 വയസ്സ് കഴിഞ്ഞു, 49 വയസ്സിൽ നിൽക്കുകയാണ്. ഈ 49ാമത്തെ വയസ്സിൽ ഞാനൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിന്റെ ചെറുപ്പകാലത്തിൽ എനിക്ക് അത് എങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതിനോടുള്ള ഇഷ്ടം, അത് അന്ന് ആണ് ആ ഇഷ്ടം വന്നിട്ട്. നമ്മുടെ രതികൽപ്പനകൾ അതുപോലെ തന്നെയാണ്. നമ്മൾ ചെറുപ്പത്തിലാണ് അതിന്റെ കോഡിംഗ് എല്ലാം നടക്കുന്നത്, നമ്മളത് സംഭവിക്കുന്നത്. അതിന്റെ ഒരു എൻഹാൻസ്ഡ് വേർഷനാണ് നമ്മൾ വലുതായി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. ഫുഡിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മൾ ഇന്ന് മക്കൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുമ്പോൾ ഇതേ സംഗതി തന്നെയാണ്. നമ്മൾ ചീറ്റോസും കുർക്കുറയും ഒക്കെ മേടിച്ചു കൊടുത്ത് ശീലിപ്പിക്കുമ്പോൾ അവരത് തന്നെയാണ് അവരുടെ ഫുഡ് ഹാബിറ്റായിട്ട് അവർ വലുതായി കഴിയുമ്പോൾ അവരുടെ ശീലങ്ങളിലേക്ക് പടർന്നു കയറുന്ന ഇഷ്ടങ്ങളായിട്ട് മാറുന്നത്. അവരുടെ കുട്ടിക്കാലത്തെ ശീലത്തിന് വലിയ പ്രാധാന്യ കാര്യത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹരിദാസ് തേക്കയുടെ ഈ ഒരു പുസ്തകം അത് അനുഭവ കുറിപ്പുകൾ അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരർത്ഥത്തിൽ ആത്മകഥ തന്നെയായിട്ട് മാറുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു ആത്മകഥയോ ഓർമ്മക്കുറിപ്പുകളോ ഒക്കെ എഴുതുന്ന വ്യക്തി എഴുതിക്കൊണ്ടിരിക്കുന്ന വേളയിൽ പല കാര്യങ്ങളും തുറന്നെഴുതും എന്നൊക്കെ പറയുമെങ്കിൽ തന്നെയും ആ തുറന്നെഴുത്ത് പൊതുസമൂഹത്തിൽ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പല കാര്യങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ ആയിരിക്കും അഥവാ ആരെങ്കിലും തുറന്നെഴുത്ത് നടത്തുന്നുണ്ടെങ്കിൽ ചെയ്യുക. പക്ഷേ ഈ പുസ്തകത്തിൽ ഹരിദാസ് സ്വന്തം സഹോദരങ്ങൾ, വീട്ടുകാർ, അച്ഛൻ, അമ്മ, വലിയച്ഛൻ എന്നിവരുടെ ഭാഗത്ത് നിന്ന് കണ്ട അനീതികളെക്കുറിച്ച് എഴുതുന്നു, അവരിലെ നീതികളെക്കുറിച്ചും എഴുതുന്നു, അവരിലെ തിന്മകളെക്കുറിച്ച് രൂക്ഷമായ ഭാഷയിൽ എഴുതുന്നു, നന്മകളെക്കുറിച്ച് എഴുതുന്നു. ഈ പുസ്തകത്തിൽ വായിച്ച് പോകുമ്പോൾ നമ്മൾ ഇനി വായിക്കേണ്ടതുണ്ടോ എന്ന് വിചാരപ്പെട്ട് ചില താളുകളിൽ മുഖം അമർത്തിപ്പിടിച്ച് ഏറെ നേരം ഇരുന്നു പോകുന്ന സന്ദർഭങ്ങളുണ്ട്. അത് സ്വന്തം അമ്മയെക്കുറിച്ച് അമ്മ ചെയ്തു എന്ന് ഒരു ഘട്ടത്തിൽ താങ്കൾ വിചാരിച്ച ഒരു തെറ്റും അത് തെറ്റായിരുന്നില്ല എന്ന് ഒരു സ്ത്രീപക്ഷത്തിൻ്റെയും മാനവികതയുടെയും ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തിരുത്തുന്നതും ഒക്കെ വരുന്നതുണ്ട്. ഈ ഒരു അത് ഈ പുസ്തകം എഴുതുന്ന വേളയിലെ അങ്ങനെ ഒരു ബോധ്യമുണ്ടായിരുന്നോ? ഞാൻ ഈ പുസ്തകം എൻ്റെ നേർപകർപ്പായിട്ട് ആത്മാവിനെ അല്ലെങ്കിൽ മനസ്സിനെ അല്ലെങ്കിൽ ബോധ്യത്തെ പൂർണ്ണമായിട്ടും ഇറക്കി വെക്കുമെന്ന് വിചാരിച്ചിരുന്നുവോ? അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന വിഷയങ്ങളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെക്സിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളെല്ലാം. അതുപോലെ സ്ത്രീയെ സംബന്ധിച്ചുള്ള നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന സെക്ഷൽ ഐഡന്റിറ്റിയെ കുറിച്ചിട്ടുള്ള നമ്മുടെ ചിന്തകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെയാണ് നമ്മൾ ഒരു സ്ത്രീയെ സ്നേഹിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നും സ്ത്രീകളെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ബന്ധങ്ങൾ, കാഴ്ചകൾ, നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് അനുഭവിച്ച കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ ഒപ്പം നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രണയിക്കുന്നവർ, ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്ത്രീ എന്ന ഒരു വിഭാഗത്തെ പരിചയപ്പെടുത്തി തരുന്ന ആളുകൾ. എൻ്റെ അമ്മ ഒരു സ്ത്രീയാണ്. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ അകത്ത് പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു കാഴ്ചയായിരുന്നു അമ്മയുടെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത്. അന്ന് രാവിലെ ഞാൻ ഒരുപാട് വിഷമിച്ചു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അതിനെപ്പറ്റി തന്നെ എത്രയോ ദിവസങ്ങൾ ആലോചിച്ചു, ഒരുപാട് ദിവസങ്ങൾ ഉറക്കം പോയി, നമുക്ക് ഭയങ്കര വിഷമമായി. കാരണം നമ്മൾ ആരും ചിന്തിക്കില്ലല്ലോ നമ്മുടെ അമ്മ എന്തോ തെറ്റ് ചെയ്തു എന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യം തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്, വിഷമിക്കുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായത് അതിലൊരു ശരിയുണ്ടെന്നുള്ളത് മനസ്സിലായി.
ആ ശരിയുണ്ടെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് എത്തൂല. ശരിയിലേക്ക് നമ്മൾ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് ഒരുപാട് ദൂരമുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്. ആ വിഷമങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചിട്ടാണ് നമ്മൾ അമ്മയെ കുറിച്ചിട്ടുള്ള ആ ഒരു ചിന്തയിൽ എൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് അതിൻ്റെ അകത്ത് ഉണ്ടായി വന്നത്. പിന്നീട് ഞാൻ ഒരുപാട് എനിക്ക് ഞാൻ അമ്മയുടെ കൂടെയാണ് മാനസികമായിട്ട്. ഞാൻ എപ്പോഴും അമ്മേന്റെ തെറ്റുകാരിയായിട്ടേ അല്ല എനിക്ക് തോന്നുന്നത്. അമ്മ എല്ലാ തരത്തിലും അമ്മ ശരിയാണെന്നുള്ളതാണ്. അതാണ് ഈ പുസ്തകത്തിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. കാരണം കുട്ടിക്കാലം മുതലാണ് നമ്മുടെ അമ്മയുടെ ജീവിതത്തെ പറ്റി ചിന്തിച്ചു നോക്കുകയാണ്. ഒരുപാട് ഈ വിഷമങ്ങൾ പുസ്തകം ആ അനുഭവിച്ച് അർത്ഥത്തിൽ ഈ അമ്മ മാത്രമല്ല, ഈ മലയും പാറയും അതിൻ്റെ അടിവാരവും മേൽവാരവും അതിലെ വന്യജീവികൾ, പാമ്പ്, ഹരിദാസിൻ്റെ കുട്ടിക്കാലത്തെ ഭയപ്പെടുത്തിയിരുന്ന ആ വസ്തുവകകൾ, പ്രകൃതി ജീവികൾ, പുഴു, പല്ലി, പിപീലികാന്തമായിട്ടുള്ള വസ്തുക്കളെല്ലാം തന്നെ അതെല്ലാം തന്നെ ഒരർത്ഥത്തിൽ അവരവരുടെ നീതികൾ കൊണ്ടാണ് പുലരുന്നത്. തിന്മകൾ ഒരു ഭാഗത്തുണ്ട് എങ്കിൽ തന്നെയും ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് നീതിയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും സദാചാരം പോലെയുള്ള പരമ്പരാഗത സങ്കല്പങ്ങളിലെ മനുഷ്യത്വ വിരുദ്ധതയെക്കുറിച്ചുമൊക്കെ ബോധ്യം വരികയും കുറെ കൂടി തെളിച്ചമുള്ള വെളിച്ചത്തിലേക്ക് കടക്കുന്ന മനുഷ്യരായിട്ട് മാറാനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. എന്ന് മാത്രമല്ല, താങ്കളുടെ ഭാര്യയെക്കുറിച്ച് ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ആദ്യ രാത്രിയെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നുണ്ട്, അതിൻ്റെ വൈചിത്ര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്, പ്രണയിനികളെക്കുറിച്ച് നിരന്തരമായിട്ടുള്ള പേജുകൾ ഇങ്ങനെ നിറയുന്നുണ്ട് ഒരു ഭാഗത്ത്. അപ്പോൾ ദാരിദ്ര്യം, കൊതി, പ്രണയങ്ങൾ ഇതെല്ലാം ഒരു ഭാഗത്ത് വരുന്നു. 10 വയസ്സുള്ള സമയത്ത് നടത്തിയിട്ടുള്ള ജീവിക്കാൻ വേണ്ടിയും കുടുംബം പുലർത്തുന്നതിന് വേണ്ടിയും പഠിക്കുന്നതിന് വേണ്ടി പണമുണ്ടാക്കുന്നതിനൊക്കെ പാറമട പോലുള്ള ഇടങ്ങളിൽ പോയിട്ട് മെറ്റലുകൾ ചുവന്ന് കഴുത്തൊടിയുന്നത് പോലെയുള്ള വേദനയോടുകൂടി നടക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഇതൊക്കെ ഒരു ഭാഗത്ത് വരുന്നു. മറുഭാഗത്ത് പ്രണയങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള പേജുകൾ, പ്രണയിച്ച യുവതികളുടെ പേരുകൾ അത് മാറ്റി കൊടുത്തിട്ട് ഉള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്വപ്ന, ധന്യ പോൾ, ഹിമ ശിവദാസ്, താങ്കളെ പോലെ തന്നെ വിരൽ മുറിച്ച രമ്യ, ഇങ്ങനെ ഒരധ്യായം അതിൽ പ്രധാനപ്പെട്ടൊരു ഖണ്ഡമായിട്ട് വരുന്നു. എങ്ങനെയാണ് ഒരു സർഗാത്മകമായ ജീവിതത്തിൽ, ഒരു ചിത്രകാരൻ്റെ ജീവിതത്തിൽ, ഒരു വ്യക്തി എന്നുള്ള ജീവിതത്തിൽ പ്രണയം താങ്കളുടെ ജീവിതത്തെ ഉന്മത്തമോ അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിൽ ജീവിച്ചു പോകാനുള്ളതോ ആയൊരു ഊർജം തന്നിട്ടുള്ളത്? പ്രണയം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രണയ മനസ്സ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടല്ലോ. പ്രണയമില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഞാൻ ആകെ ഒരാളെ പ്രണയിച്ചിട്ടുള്ളൂ, അത് പല ശരീരങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പല വ്യക്തികളായിട്ട് അവർ എൻ്റെ മുന്നിൽ വന്നു, പലപ്പോഴായിട്ട് പല വ്യക്തികളായിട്ട് എൻ്റെ മുന്നിൽ വന്നു. അവരെയൊക്കെ നമുക്കൊരു എന്താ പറയണേ, ഞാൻ അവരെ ഒരുപാട് എല്ലാം മറന്നിട്ടുള്ള ഒരു ഇഷ്ടം എന്ന് പറഞ്ഞ സംഗതി നമ്മൾ, അതാണ് ശരിക്കും പറഞ്ഞ പ്രണയത്തിന്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഒരിക്കലും ഈ എന്താ പറയാ, എന്തെങ്കിലും ഒരു കാര്യം ഇത് ശാശ്വതമാണെന്നുള്ള സംഗതിയല്ല ഞാൻ ഈ പറഞ്ഞത്. പ്രണയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശാശ്വതമായിട്ടൊരു പ്രണയബന്ധം എന്ന് പറയുന്ന സാധനമില്ല. ശാശ്വതമായി കഴിഞ്ഞാൽ പിന്നെ അത് അതിവിരസമാവും. അപ്പൊ നമ്മൾക്ക് അങ്ങനെയൊന്നും നമ്മൾ ഈ വലിയ കവിവാക്യങ്ങളൊന്നും ഇതിന്റെ നമുക്ക് പറയാൻ പറ്റില്ല. ശാശ്വതമായിട്ട് പ്രണയം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളോടൊപ്പമുള്ള നിമിഷങ്ങൾ അത് എപ്പോഴും വ്യത്യസ്തമായ രീതികളിൽ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പ്രണയത്തിന്റെ രീതികൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇന്ന് കാണുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ പ്രതീക്ഷകളോ അല്ല എന്ന് നമ്മുടെ പ്രണയമായിട്ട് നമ്മൾ അനുഭവിക്കുന്നു. ആ വ്യക്തി നമ്മളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ ഭയങ്കരമായിരിക്കും. അവർ ശരിക്കും നമ്മളെ പരിഷ്കാരികളാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞ സ്ത്രീകള് നമ്മുടെ കൂടെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ശരിക്കും നമ്മൾ പരിഷ്കാരം ഉള്ള ആളുകളായിട്ട് മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടി നമ്മൾ എല്ലാ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുകയും ആഴത്തിലുള്ള നല്ല ആത്മീയമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പ്രണയത്തിന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒന്നും തന്നെ ആവുമായിരുന്നില്ല എന്നും പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക്. നല്ല രീതിയിൽ നല്ല ബന്ധങ്ങളുണ്ടാവുക, ബന്ധങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാവും, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ തന്നെ മാനസിക രോഗാശുപത്രിയിൽ പോയിരിക്കുന്ന കഥയൊക്കെ ഇതിന്റെ എഴുതിയിട്ടുണ്ട്. പ്രണയത്തിന്റെ നഷ്ടം കൊണ്ടും വിഷമം കൊണ്ടും ഒക്കെയാണ്. അതൊക്കെ ഒരു ഈ പ്രായത്തിൽ എനിക്ക് സംഭവിക്കാൻ പാടില്ല എന്നില്ല. ഞാനിപ്പോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും ഒന്നുകൂടി ഞാൻ മാനസിക ആശുപത്രി കിടന്ന ആളാണ്. അപ്പൊ എനിക്ക് അതിൻ്റെ അകത്ത് എന്ന രീതിയിൽ അത് പ്രണയത്തിന്റെ പ്രശ്നത്തിന്റെ അല്ല, അത് വേറൊരു വർക്കിന്റെ ലോഡ് കൂടിയിട്ടുണ്ടായ പ്രശ്നമാണ്. ആദ്യത്തെ ഉണ്ടായത് അങ്ങനെയല്ല. ആദ്യം ഞാൻ വളരെയധികം പ്രശ്നം ഉണ്ടായതാണ്. എനിക്ക് മാനസികമായിട്ട് താങ്ങാൻ പറ്റാതെ വന്നിട്ടുണ്ടായ പ്രശ്നമാണ്. അതിനിടയ്ക്ക് മദ്യപാനം ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അവരൊക്കെ കൂടി ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ രൂപപ്പെടുത്തിയെന്ന് എനിക്ക് പറയേണ്ടി വരും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് വാത്സല്യവും സ്നേഹവും ഒക്കെ വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അത് നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് ആകെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ആട്ടും തൂപ്പും അടിയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം അപ്പുറത്ത് നമ്മൾക്ക് വേണ്ടിയിട്ടൊരു സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും നമ്മളോട് പെരുമാറുകയൊക്കെ ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞ് പ്രണയിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ
അത് എല്ലാ തരത്തിലും നമ്മുടെ സർഗാത്മകമായ ജീവിതത്തെ ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും അതിസ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു കാര്യമാണത്. നമ്മൾ വരയ്ക്കുന്നതും എഴുതുന്നതും എല്ലാം ചെയ്യുന്നതും ശരിക്കും പ്രണയത്തിന്റെ ഒരു പിൻബലത്തോട് കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ അകത്ത് ആകെ 4 പ്രണയങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് അല്ലാതെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ എല്ലാവരും നമുക്ക് എഴുതാൻ പറ്റില്ല. പുസ്തകത്തിന്റെ കണ്ടന്റ് നീണ്ടുപോകും. അതല്ലാതെ തന്നെ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. എല്ലാവരെ പറ്റിയിട്ട് നമ്മൾ എഴുതുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് എഴുതാതിരുന്നത്. നല്ല ഇതിൽ സ്ട്രോങ് ആയിട്ടുള്ള പല അനുഭവങ്ങളും വേറെ ഉണ്ട്. രസകരമായിട്ടുള്ളതും വായനക്കാർക്ക് വായിച്ച് രസിക്കാൻ പറ്റുന്നതും, അതായത് വായന സുഖം തരുന്നതായിട്ടുള്ള ഒരുപാട് നല്ല പ്രണയബന്ധങ്ങൾ വേറെ ഉണ്ട് എന്റെ ജീവിതത്തിൽ. പക്ഷെ അതൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. അതിന് ചില പരിമിതികളുണ്ട്. ഈ പുസ്തകം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തവണ കയ്യിലെടുക്കുന്നു, 1-2 താളുകൾ മറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനമില്ല എന്ന് പറയുന്ന രീതിയിൽ ഈ പുസ്തകം നിങ്ങളുടെ കൂടെ കുറേ നാളുകളെങ്കിലും ഉണ്ടായിരിക്കും. അതൊരു പക്ഷേ ആജീവനാന്തം ഉണ്ടാവുന്ന രീതിയിൽ ചിലരിലെങ്കിലും അത് പ്രവർത്തിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഈ പുസ്തകത്തിൻ്റെ രചനാവേളയിൽ ഒരു ചിത്രകാരൻ എന്നുള്ള നിലയ്ക്ക് ഇടയ്ക്ക് ചിത്രങ്ങളും ഇടയ്ക്ക് ജീവിതത്തെക്കുറിച്ചുള്ള എഴുത്തുമായിട്ട് ഇങ്ങനെ പോകുന്നതിനിടയിൽ എഴുത്ത് മാത്രം നിറയുകയും എഴുത്തിൻ്റെ ഒരു മൂർച്ചയിൽ സ്വയം അറിയാതെ ഇങ്ങനെ എഴുതിപ്പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വായനക്കാർക്ക്, ഇതുവരെ ഈ പുസ്തകം കാണാത്തവർക്ക് ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഉതകുന്നതെന്ന് താങ്കൾ കരുതുന്ന കുറച്ച് ഖണ്ഡികകളോ മറ്റോ വായിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. പെട്ടെന്ന് ഇപ്പോൾ താളുകൾ മറിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു ഭാഗം സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഹരിദാസ് AK 10 വയസ്സുള്ളപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഹരിദാസ് തന്നെ എഴുതിയിട്ടുള്ള ഓർമ്മക്കുറിപ്പുകളുടെ ഭാഗം. അങ്ങനെ ഇരിക്കെ സ്കൂളിൽ യൂണിഫോം നിർബന്ധമാക്കി. വെള്ള ഷർട്ടും മെറൂൺ നിക്കറും. അതോടെ ഞങ്ങൾ ശരിക്കും പെട്ടു. എല്ലാവരും യൂണിഫോമിൽ സ്കൂളിലെത്തിയപ്പോൾ ഞങ്ങൾ 3 പേർക്ക് മാത്രം യൂണിഫോമില്ല, തയ്പ്പിക്കാൻ പണമില്ല. അതായിരുന്നു കാര്യം. 3 പേരും സ്കൂളിൽ പോക്ക് നിർത്തി. അമ്മച്ചി പറഞ്ഞു, എൻ്റെ മക്കളെ, അമ്മച്ചിയെ കൊണ്ടാവതില്ല, പഠിച്ചത് മതി, ഇനി വല്ല പണിക്കും പോ. അങ്ങനെ പാറമടയിൽ മെറ്റൽ അടിക്കാൻ ഞങ്ങൾ പോയി തുടങ്ങി. ഒരു ദിവസം 14 രൂപ വരെ മെറ്റൽ അടിച്ച് ഞാൻ ഉണ്ടാക്കി. കൈനഖമൊക്കെ ഉരഞ്ഞ് ചെറുതായി. ചുറ്റിക പിടിച്ച് കയ്യിൽ കുമിളകൾ വന്നു ആദ്യം. പിന്നെ അത് തഴമ്പായി. പൊരിഞ്ഞ ചൂടിൽ പച്ചവെള്ളം മാത്രം കുടിച്ച് ചെയ്യുന്ന ആ പണി കുറേ കഠിനമായിരുന്നു. ഭക്ഷണമില്ലാതെ കടുത്ത ദാരിദ്ര്യവും പൊരിയുന്ന വെയിലും ഒക്കെ കൊണ്ട് ആകെ ക്ഷീണിച്ച് കോലം കെട്ടു. എൻ്റെ നിക്കറിന് കൊളുത്തില്ലായിരുന്നു. അതെടുത്തു കുത്തിവെച്ചാണ് പണിയൊക്കെ. ഈ വലിയ മിറ്റൽ കൂനകളിൽ ഊർന്നിറങ്ങി ഇടവേളകളിൽ കളിക്കുമായിരുന്നു ഞങ്ങൾ കുട്ടികൾ. ഒരിക്കൽ ഒരു വലിയ ചൂരൽക്കൊട്ട നിറയെ കല്ലുകളിട്ട് അത് തലയിലേക്ക് വെച്ച് തന്നപ്പോൾ എൻ്റെ കഴുത്ത് വിറയ്ക്കുന്നത് കണ്ട് ഒരു ചേച്ചി അമ്മച്ചിയോട് പറഞ്ഞു, ചേച്ചി, ഇവൻ്റെ കഴുത്തുറച്ചിട്ടില്ല, ഇവൻ കുഞ്ഞാണ്, പാറമടയിലേക്ക് ചേച്ചി ഈ കൊച്ചിനെ വിടല്ലേ. എൻ്റെ ഭാഗ്യത്തിന് അമ്മച്ചി അത് സമ്മതിച്ചില്ല. എന്തെങ്കിലും ഞണ്ണണമെങ്കിൽ പോയി പണിയെടുക്കാൻ പറഞ്ഞു. ഇതിൻ്റെ ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഹരിദാസ് തന്നെ വരച്ച ചിത്രങ്ങളും കൂടെ നൽകിയിട്ടുണ്ട്. ഉടനീളം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾക്ക് കരികൊണ്ട് വരച്ച ചാർക്കോൾ ചിത്രങ്ങളുമായിട്ടാണ് ഈ പുസ്തകത്തിൻ്റെ മുന്നോട്ട് പോക്ക്. ഹരിദാസ് തന്നെ സ്വന്തം പുസ്തകത്തിലെ ചില വാക്യങ്ങൾ, ചില ഖണ്ഡികകൾ നമ്മൾക്ക് വേണ്ടി വായിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഒരു ഭാഗം വായിക്കാം. അത് അമ്മച്ചിയെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും അമ്മച്ചി ആലോചനയിൽ ഒരേ ഇരിപ്പാണ്. ആഴ്ചയിൽ ഒരിക്കൽ വീട് ചാണകം മെഴുകുന്നതാണ്. അതൊക്കെ നിലച്ചു. പാത്രം കഴുകുമ്പോൾ സോപ്പിട്ട് പറമ്പിലേക്കും നോക്കി അങ്ങനെ നിൽക്കും. ഈ വിഷമം കുറെ നാൾ തുടർന്നു. ആരോടും തുറന്നു പറയാനാകാത്ത സങ്കടം. ആ മനസ്സ് മക്കരിക്കുന്ന ഓർമ്മകളുടെ തീവ്രതയെ അളക്കാൻ അന്ന് എനിക്കറിയില്ലായിരുന്നു. രതിയുടെ ആവശ്യം മാത്രമായിരുന്നില്ല അവർക്കിടയിൽ ഉണ്ടായിരുന്നത്, അതിനു മേലെയുള്ള അർത്ഥവ്യാപ്തി അതിനുണ്ടായിരുന്നു. അല്പം മനസാക്ഷിയുള്ള ആർക്കും ഇത് ബോധ്യപ്പെടുമായിരുന്നു. പിന്നീട് ചില ദിവസങ്ങളിൽ ചേട്ടായി രാത്രി വൈകി എത്തുമായിരുന്നു. ഒരു ദിവസം അമ്മച്ചി ചോദിച്ചു, അച്ഛന്റെ വഴിയാണോ നീയും? ചേട്ടായി പറഞ്ഞു, അയ്യോ, ആരാ എന്നെ നല്ല വഴി നടത്തുന്നത്? കഥകളൊക്കെ പറയട്ടെ ഞാൻ. അത് കേൾക്കുമ്പോൾ അമ്മച്ചി നിശബ്ദയാകും. ദീർഘമല്ലാത്ത ചോദ്യവും ഉത്തരവും. ഇത് പലപ്പോഴും ഉണ്ടാകുമായിരുന്നു. എനിക്ക് ഇതൊന്നും സഹിക്കില്ലായിരുന്നു. ചേട്ടായിക്ക് എന്താ അമ്മച്ചിയെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. സുന്ദരിക്കുട്ടിയായ കുഞ്ഞു തങ്കമണിയെ ഞാൻ ഓർക്കാറുണ്ട്. പഠിക്കാനും പാട്ടുപാടാനും അവൾ മിടുക്കിയായിരുന്നു. പക്ഷെ കുടുംബ പ്രാരാബ്ധം കാരണം പഠിപ്പ് നിർത്തിക്കോളാൻ അച്ഛന്റെ ശാസന. അങ്ങനെ 3-ാം ക്ലാസ് വരെ മാത്രം പഠനം. തനിക്ക് ഇളയവരായ കുഞ്ഞനിയത്തിയെയും അനിയനെയും നോക്കാൻ വേറെ ആരുണ്ട്? അവളുടെ ലോകം ആ ചെറിയ കുന്ന് മാത്രമായിരുന്നു. പിന്നെയും പോയാൽ ഒരു ചെറു ഗ്രാമം.
ക്രൂരത മാത്രം കൈമുതലായ ദരിദ്രവും ശുഷ്കവുമായ ജീവിത സാഹചര്യങ്ങൾ, അപരിഷ്കൃതവും ആജ്ഞവുമായ സാമൂഹിക പശ്ചാത്തലവും, അച്ഛന്റെ ക്രൂരതയും മൂലം അടിച്ചമർത്തപ്പെട്ട രതിചിന്തകൾ, പ്രണയിച്ച് വിവാഹം ചെയ്ത ആളാകട്ടെ മൃഗരതിക്കാരനും മദ്യപാനിയും കുടുംബം നോക്കാത്തവരും, പിന്നാലെ അയാളുടെ മരണവും, പിന്നെ സ്നേഹത്തിന്റെ ആശ്വാസത്തണലിൽ ഇത്തിരി നേരം ഇരുന്നപ്പോഴേക്കും അതാ വരുന്നു സദാചാരത്തിന്റെ കൂരമ്പുകൾ. വിധിയുടെ ക്രൂരതയായി വീണ്ടും മരണവും. ആരുണ്ട് ഒന്ന് മനസ്സിലാക്കുവാൻ? ആരാണ് ആശ്വസിപ്പിക്കുവാൻ? ജീവിതത്തിൽ പ്രതീക്ഷയുടെ ഒരു ചെറുകിടമെങ്കിലും എവിടെയാണ്? ജീവിതത്തിൽ പ്രതീക്ഷയുടെ ഒരു ചെറുതുണ്ട് പോലും എവിടെയാണ്? അത് ഇതിന് സമാനമായിട്ടുള്ള അത്രയധികം സന്ദർഭങ്ങളിലൂടെ, വാക്കുകളിലൂടെ, വരികളിലൂടെ, കറുപ്പിലൂടെ ഈ പുസ്തകം പോകുന്നു. മറ്റൊന്നും ഈ പുസ്തകത്തെക്കുറിച്ച് അധികമായിട്ട് പറയാനില്ല. അധികമായിട്ട് പറയുന്ന ഓരോ വാക്കും വാക്യവും ഈ പുസ്തകത്തിൻ്റെ അകത്തേക്കുള്ള പ്രവേശനത്തെ ഒരുപക്ഷെ റദ്ദ് ചെയ്യുകയാണോ എന്ന് പോലും തോന്നുകയാണ്. ചില സന്ദർഭങ്ങളിൽ ചില പുസ്തകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകത്തെ നെഞ്ചോടടുക്കി പിടിക്കുക എന്നുള്ളതാണ് ചിലർക്ക് ചെയ്യാൻ കഴിയുന്ന അഭികാമ്യമായ കാര്യമെന്ന് ഞാൻ കരുതുന്നു. ആ അർത്ഥത്തിൽ ഞാൻ ഈ പുസ്തകത്തെ ചേർത്ത് പിടിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊന്നും സൂചിപ്പിക്കാനുമില്ലല്ലോ. ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, അത് നമ്മളെ എങ്ങനെ ഓർത്തിരിക്കുന്നു എന്നതാണ് ജീവിതം എന്ന ഗബ്രിയേൽ ഗാർസിയ മാർക്കിസിൻ്റെ വരികൾ ഈ പുസ്തകത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നു. വരയിലൂടെയും എഴുത്തിലൂടെയും ജീവിതാനുഭവങ്ങളെ രേഖപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ പുസ്തകം. മനുഷ്യൻ്റെ ഇടപെടലിലൂടെ കുഴിയായി രൂപാന്തരം പ്രാപിച്ച ഒരു മലയുടെ കഥയും ഇതിൽ പറയുന്നു. ദരിദ്രവും കഠിനവുമായ ബാല്യകാലത്തെയും സർഗാത്മക യാത്രയെയും കർമ്മമേഖലയെയും നിർണായക സ്വാധീനം ചെലുത്തിയ പ്രണയങ്ങളെയും ഈ കൃതി പരിചയപ്പെടുത്തുന്നു. സ്വന്തം കഥയെന്ന് പറയുമ്പോഴും ഏറെ പേരുടെ കഥ കൂടിയാണ് ഇത്, മനുഷ്യരുൾപ്പെട്ട പ്രകൃതിയുടെയും. അതുകൊണ്ട് ചാരം എന്ന പുസ്തകത്തെക്കുറിച്ച് ഈ നിമിഷങ്ങളിൽ ഇതിൽ കൂടുതൽ പറയുന്നത് ഉചിതമല്ല. ചാരം അതിൻ്റെ അടിയിലെ കനലുകൾ നമ്മൾക്ക് കാണിച്ചു തരും എന്നുള്ളതാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ ജനതയുടെയും, അതിനകത്തുള്ള ജനതയുടെ സർഗാത്മകതയുടെയും ചരിത്രം നമ്മുടെ എക്കാലത്തും പറഞ്ഞിട്ടുള്ളത്. ആ ചരിത്രത്തിൻ്റെ ഏറ്റവും ഉദാത്തവും അങ്ങേയറ്റം അപൂർവവും ആയിട്ടുള്ള വായനാനുഭവം നൽകുന്ന പുസ്തകമാണ് ചാരം. ഇതിൻ്റെ വില 650 രൂപയാണ്. മാതൃഭൂമി ബുക്സിലൂടെയും പ്രണത ബുക്സിലൂടെയും ആമസോണിലൂടെയും ഈ പുസ്തകം വായനക്കാർക്ക്, താല്പര്യമുള്ളവർക്ക് വായിക്കാൻ കഴിയും. പുസ്തക പൂമുഖത്തിൽ ഇന്ന് ഈ പുസ്തകവുമായി എത്തി നമ്മളോട് ജീവിതത്തെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും വരയെക്കുറിച്ചും സൂചിപ്പിച്ച ഹരിദാസിന് നന്ദി പറയട്ടെ. നമസ്കാരം.